പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാ മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവെ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥരെ ആശ്രയിച്ചുകൊണ്ട് ഇന്നത്തെ ജീവിതം കരുപിടിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാവരെയും ഞാൻ കർത്താവിൻ്റെ തിരുസന്നിധി സമർപ്പിക്കുന്നു. ഇന്ന് നീ അനുഗ്രഹിക്കേണ്ട മക്കളെ എവിടെയെല്ലാം തങ്ങൾക്കൊരു സഹായം കിട്ടിയിരുന്നെങ്കിൽ അത് ആരോഗ്യപരമായ, സാമ്പത്തികമായ, സാമൂഹികമായ, കൂട്ടായ്മയാകാം, ഒരു സഹായം കിട്ടിയിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അവിടെ യാതൊരു യോഗ്യതയും നോക്കാതെ ദൈവത്തിൻ്റെ അനർഗളമായി നിർഗളിക്കുന്ന കാരുണ്യം കൊണ്ട് അവിടെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിൽ വർക്ക് ചെയ്യാൻ, അവിടെ കഴിവ് കൊണ്ടല്ല അങ്ങയുടെ കൃപ കൊണ്ടെന്ന രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു അനുഭവം കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടും പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കളെയും ഞാൻ ആശീർവദിക്കുന്നു. പരീക്ഷ എഴുതുന്നവരെ, റിസൾട്ട് നോക്കാൻ പോകുന്നവരെ, നോക്കുന്നവരെ കർത്താവരുടെ മനസ്സിന് ഭാരമില്ലാതെ ലളിതമായ ഒരു സന്തോഷത്തോടെ ഇരിക്കാനും ഉന്നതമായ വിജയം കൈവരിക്കാൻ ഇടയാക്കാൻ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന കൂടുന്നവർക്കെല്ലാം കർത്താവിൻ്റെ സമാധാനം അവകാശമാകുകയും ഓഹരിയാകുകയും ചെയ്യട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വീശ്വരൻ നയിക്കുവാമേ. നമുക്ക് ഒരു കുറേ കാലങ്ങൾ ദൈവത്തോട് ജീവിച്ച് കഴിയുമ്പോൾ എനിക്ക് തോന്നണ ഇതാണ് കേട്ടോ, എനിക്കെൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയണത്, നമുക്ക് ദൈവമായിട്ട് അധിക കാലമൊന്നും ജീവിക്കാൻ പറ്റത്തില്ല. അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു ടൈം കഴിയുമ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ ഇങ്ങനെ ഈ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, വിനയം വാരിക്കോരി മുഖത്ത് തേച്ചാലും ഉള്ളിലുള്ള ഫ്രോഡ് പുറത്തു വരുമെന്ന് പറഞ്ഞ പോലെ നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ എന്ത് അഭ്യാസം കാണിച്ചാലും ദൈവത്തിന് അസസ്മെന്റ് ഉണ്ട്. 2 Corinthians 13:7 വായിച്ചേ. എന്നാൽ നിങ്ങൾ തിന്മ പ്രവർത്തിക്കരുതേ എന്നാണ് ദൈവത്തോടുള്ള ഞങ്ങളുടെ പ്രാർത്ഥന. ഞങ്ങൾ പരീക്ഷയിൽ കാണപ്പെടണമെന്നില്ല.
ഞങ്ങൾ പരാജിതരായി കാണപ്പെട്ടാലും നിങ്ങൾ നന്മ പ്രവർത്തിക്കണം. കാര്യം ഞങ്ങളുടെ പരാജയം എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ ലോകത്ത് ഈശോയുടെ ജീവിതം അവസാനം നമ്മൾ നോക്കുമ്പോൾ ഒരു 33 വയസ്സ് ഈശോയ്ക്ക് മരിക്കേണ്ടി വന്നില്ല. അപ്പോഴേ പുറമെ ലോകം നോക്കുമ്പോൾ അതൊരു പരാജയമായി തോന്നും. പക്ഷേ എന്തുകൊണ്ടാണ് ഞങ്ങൾ പരാജിതരായി കഴിഞ്ഞാലും നിങ്ങൾ വിജയിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പരാജയം എല്ലാം കാണുന്ന ഒരാളിന് വേണ്ടിയാണ് നമ്മൾ ഈ പരാജയപ്പെട്ട് കൊടുക്കണത്. ചിലയിടത്തൊക്കെ നമ്മൾ ക്ഷമിക്കുമ്പോൾ നമുക്ക് ലക്ഷങ്ങളാണ് നഷ്ടപ്പെടുന്നത്, അറിയാമല്ല. ചിലയിടത്തൊക്കെ നമ്മൾ കള പോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നാട്ടിൽ നമ്മുടെ വില പോകും. അതുകൊണ്ടാണ് ആൾക്കാർ ഗുണ്ടകളെ വെച്ച് തിരിച്ചു തരണത്. പക്ഷെ നമുക്കത് പറ്റത്തില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ അടികൊള്ളത് പോലെ പരാജിതരാകും. ഞങ്ങൾ പരാജിതരായാലും എന്താ കാര്യം? അതിൻ്റെ അർത്ഥം എന്താണ്? ഞങ്ങളെ വിജയിപ്പിക്കാൻ ഒരാളുണ്ട്. അതാരാണ്? യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ. അവനോടുകൂടി ഞങ്ങളെയും ഉയർപ്പിക്കും. അതായത് അവൻ്റെ നിത്യരക്ഷ ഉയർപ്പ് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ പരാജയപ്പെട്ട് കൊടുക്കുന്നത്. ഇപ്പം ഞങ്ങളുടെ പരാജയം കണ്ടുകൊണ്ട് നിങ്ങൾ ആ രീതി കണക്കാക്കരുത്. എന്ത് രസമാണെന്നറിയാം ഈ പൗലോസിൻ്റെ വ്യാഖ്യാനങ്ങൾ. അത് ജീവിതാനുഭവങ്ങളാണല്ലോ അത്. അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ക്രിസ്തു നമ്മളിൽ രൂപപ്പെട്ടു വരാൻ വേണ്ടിയുള്ള ഈറ്റുനോവായിട്ടാണ് ഈ പൗലോസ് ഇതൊക്കെ തേങ്ങലുണ്ടാകുന്നത്. ഗലാത്യർ 4:19 എൻ്റെ കുഞ്ഞുമക്കളെ ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നത് വരെ ഇടിവെട്ട് ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്ന വരെ വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുന്നു. നമുക്കുണ്ടാകുന്ന പരാജയങ്ങളെല്ലാം ക്രിസ്തു നമ്മൾ രൂപപ്പെട്ട് വരാനുള്ള ഈറ്റുനോവായിട്ട് മാറണമെന്നുള്ളതാണ് പൗലോസിൻ്റെ ഒരു. ഇത് നിങ്ങൾ ജീവിതത്തിലേക്ക് ഒരു പ്രാവർത്തികമായി കഴിഞ്ഞാൽ ദൈവത്തിന് തോന്നും നമ്മൾ ദൈവത്തിൻ്റെ ആളാണെന്ന് തോന്നണമല്ല, സത്യമാണല്ലോ അത്. അങ്ങനെ വരുമ്പോൾ ദൈവത്തിനെ കൊണ്ട് എന്ത് പ്രയോജനം നമുക്കെന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ചിന്തിച്ചായിരുന്നു. അങ്ങനെ ആൾക്കാർ ചിന്തിക്കണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. നേരെ തിരിച്ചുള്ള എന്താ നമ്മളെ കൊണ്ട് ദൈവത്തിന് എന്ത് പ്രയോജനം? അങ്ങനെ ചിന്തിച്ചാൽ ഉടമ്പടി പെട്ടെന്ന് ഫയറാകും. ഇപ്പോൾ നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം റോമൻ 4:20 എന്താണ്? ദൈവത്തെ മഹത്വപ്പെടുത്തി പറഞ്ഞ ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തിലെ ശക്തി പ്രാപിക്കുവിൻ. എന്താ കാര്യം അങ്ങനെ പറയാൻ? വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കാൻ പറയാൻ കാരണം എന്താണ്? ഇറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. ഇപ്പം നമ്മൾ പറഞ്ഞത് എന്താണ്? ദൈവത്തെ മഹത്വപ്പെടുത്തി. ഏത് പറഞ്ഞേ? ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തിലെ ശക്തി പ്രാപിക്കുക. അല്ലേ? വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കുക എന്നാണ് ലക്ഷ്യം, അല്ലേ? വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കണം. നമ്മൾ എന്തിനാണ് വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കണത്? ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കണം എന്തിനാണ്? ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ. എന്താ കാര്യം? വിശ്വാസത്തിൽ എന്തിനാണ് ശക്തി പ്രാപിക്കുന്നത്? എന്തിനാണ് ശക്തി പ്രാപിക്കുന്നത്? വാഗ്ദാനങ്ങൾ നൽകപ്പെട്ടത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. അതാണ് പ്രശ്നം. റോമൻ 4:16 എൻ്റെ ഉത്തരം കിടക്കുന്നത്. റോമൻ 4:16 എന്താ കാര്യം? എന്തിന്? ഇപ്പോൾ റോമൻ 4:20 അനുസരിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കുവാൻ. എന്തിനാണ് വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കണത്? ഉള്ള വിശ്വാസം കൊണ്ടിരുന്നാൽ പോരെ? മനസ്സിലായില്ലേ? പണ്ട് കേസക്കേസും പഠിക്കുന്ന കാലത്ത്, കുർബാന കേൾക്കലപ്പാടുന്ന കാലത്തൊക്കെ കിട്ടിയ വിശ്വാസം കൊണ്ടിരുന്നാൽ പോരെ? എന്തിനാണ് ശക്തി പ്രാപിക്കണത്? ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ. മനസ്സിലായ? ചോദ്യം മനസ്സിലായില്ലേ? ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കാൻ വചനം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്തിന് വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കണം? എന്താ കാരണം? റോമൻ 4:16 എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? വായിച്ചോളൂ, ശ്രദ്ധിക്കട്ടെ. വാഗ്ദാനം നൽകപ്പെട്ടത് വാഗ്ദാനം നൽകപ്പെട്ടത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പിടികിട്ടിയില്ലേ? ദൈവത്തിന് നമുക്ക് ലഭിക്കുന്ന സംഭവം ക്യാഷ് ആൻഡ് കൈൻഡായിട്ട് കിട്ടണത് എന്താണ്? വാഗ്ദാനമാണ് കിട്ടണത്. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ പാലായാലും റൊട്ടി ആയാലും എന്തൊക്കെ IELTS പാസ്സാകുന്നതായാലും വസ്തു വിൽക്കുന്നതായാലും മക്കൾ ജനിക്കുന്നതായാലും വിവാഹം നടക്കുന്നതായാലും കല്യാണം കോടികളുടെ കട റിമിറ്റ് ചെയ്യണം നിത്യജീവനായാലും ഇതെല്ലാം ദൈവം ഡിസൈൻ ചെയ്തിരിക്കുന്നത് വാഗ്ദാനത്തിൻ്റെ രൂപത്തിലാണ്. അത് ആണ് ഇതിൻ്റെ ടെക്നിക്ക്. 8852 വാഗ്ദാനങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. 1-2 അല്ല, 8800. ഇപ്പം നിങ്ങൾ 8852 വാഗ്ദാനങ്ങൾ. അതിൽ വീടുണ്ട്, ലാൻഡുണ്ട്, നമ്മുടെ PR ഉണ്ട്, എല്ലാ സംഭവത്തിനുണ്ട്. നിങ്ങൾ സ്ഥലം വിൽപ്പനയുണ്ട്, വിറ്റ സ്ഥലത്ത് താമസിക്കലുണ്ട്, ക്യാൻസറിൻ്റെ സൗഖ്യമുണ്ട്, കരളിൻ്റെ സൗഖ്യമുണ്ട്, ശരീരത്തിൻ്റെ എല്ലാ സൗഖ്യങ്ങളുണ്ട്, നിത്യത വരെയുണ്ട്. നിത്യത ഇല്ലായിരുന്നു വാഗ്ദാനങ്ങളുടെ കൂട്ടത്തിൽ, നിത്യത ഇല്ലായിരുന്നു.
നിത്യത കൂട്ടിച്ചേർത്തത് യേശുവാണ്. അതിനാണ് ഈശോ പുതിയ ഉടമ്പടി എന്ന് പറഞ്ഞത്. 8852 വാഗ്ദാനം ഉണ്ടെങ്കിലും ഈ വാഗ്ദാനത്തിൻ്റെ കൂട്ടത്തിൽ നിത്യത വാഗ്ദാനം ചെയ്തിട്ടില്ലായിരുന്നു. നിത്യത വാഗ്ദാനം ചെയ്താൽ തന്നെയും, അതായത് നിത്യത വാഗ്ദാനം ചെയ്താൽ തന്നെയും അതൊരു ഒക്കൾട്ടായിട്ട് ഇങ്ങനെ ഒരു നമ്മുടെ വാട്ടർമാർക്ക് പോലെ കിടക്കുകയാണ് നിത്യത. പഴയ നിയമത്തിൽ നിത്യതയുടെ കിടപ്പ് വശം എന്ന് പറയുന്നത് ഒരു വാട്ടർമാർക്ക് പോലെയാണ്. എന്താണ്? കന്യയെ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അപ്പം ക്രിസ്തുവിൻ്റെ ഒരു വാട്ടർമാർക്ക് അവിടെ ഉണ്ട്. ആ വാഗ്ദാനമാണത്. കന്യയെ ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കുന്ന വാഗ്ദാനമാണ്. പിന്നെ ദൈവം സർപ്പത്തെ സാക്ഷി നിർത്തിക്കൊണ്ടൊരു വാഗ്ദാനം നൽകിയിട്ടുണ്ട്. അവിടെ മാതാവും വാട്ടർമാർക്കാണ് അവിടെ. എന്താണ്? നിനക്ക് സ്ത്രീക്കും തമ്മിലും നിൻ്റെ സന്തതിക്കും സ്ത്രീയുടെ സന്തതിക്കും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, അവൻ്റെ കുതികാലിൽ നീ പരിക്കേൽപ്പിക്കുമെന്ന് പറയുന്ന രക്ഷകനെ വാഗ്ദാനം ചെയ്യുന്ന അത് വാഗ്ദാനമാണ്. അതിന് നിത്യതയുണ്ട്. പക്ഷെ അത് വാട്ടർമാർക്കാണ്, സൈലൻ്റാണ് അതിനകത്ത്. അത് ആക്ടിവേറ്റ് ചെയ്യണത് ഈശോയാണ്. പക്ഷേ ഈശോ ആക്ടിവേറ്റ് ചെയ്യണത് എങ്ങനെയാണത്? ഈശോ വാഗ്ദാനമാക്കി അത് ശരിക്കും പുറത്തേക്ക് കൊണ്ടുവന്ന് വെളിച്ചത്ത് കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? എല്ലാം ഇങ്ങനെ ഒരു ഇരുളായ്മ കിടന്നിട്ട് ഈശോ നിത്യത വെളിച്ചത്തെ കൊണ്ടുവരും. ഈശോ വെളിച്ചത്തെ കൊണ്ടുവരണത് എങ്ങനെയാണ്? പിതാക്കന്മാർ മരുഭൂമി വെച്ച് മഞ്ഞ ഭക്ഷിച്ചു എന്ന് പറഞ്ഞിട്ട് ഈശോ പറയും അതുപോലല്ല ഈ അപ്പം എന്ന് പറയും. മനസ്സിലായി? അവിടെ വെച്ചാണ് ഈശോ വെളിച്ചത്തെ കൊണ്ടുവരണത്. നിത്യത വാഗ്ദാനത്തിൻ്റെ ഭാഗമാക്കുന്നത് അവിടെ വെച്ചാണ്. അതിന് പുതിയ ഉടമ്പടി വന്നത്. അത് ഉടമ്പടിയാണ്. ഉടമ്പടി അല്ലാതെ ദൈവം ഒന്നും ചെയ്യത്തില്ല. എന്താണ്? കാസ്റ്റ് ദ പോയിൻറ്റ്, നോട്ട് ദ പോയിൻറ്റ്. എന്താ പറയണത്? നിത്യതയാ ഈ പഴയ നിയമത്തിൽ വാട്ടർമാർക്ക് ജലരേഖ പോലെ കിടന്നിരുന്ന ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെ വെളിച്ചത്ത് കോൺക്രീറ്റായിട്ട് കൊണ്ടുവരുന്ന ഈശോയാണ്. അതിന് ഈശോ എന്താ ചെയ്തത്? 6:27-30 വചിച്ചോ യോഹന്നാന്റെ സുവിശേഷം 6:27, 28, 29. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, യോഹന്നാൻ 6:27. നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ പറഞ്ഞേ, നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നൽകുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവേൻ. പ്രൈസ് ദി ലോർഡ്. ഇത് ചോദിക്കുമ്പോൾ ഇത്രയും പറയുമ്പോഴേ, അതായത് നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ നൽകുന്ന നിത്യജീവൻ്റെ അപ്പത്തിന് വേണ്ടി, നിത്യതയ്ക്ക് വേണ്ടി അധ്വാനിക്കാൻ പറയുന്നില്ലേ? ഇത് പറയുമ്പോൾ ജനം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈശോയുടെ സദസ്സ് വളരെ വിജ്ഞാന ഉള്ള സദസ്സാണ്, അല്ലാതെ വായി നോക്കിയുള്ള സദസ്സല്ല. കാര്യം എന്ന് വെച്ചാൽ അവരോട് ചോദിക്കും വാട്ട് വി ഷുഡ് ഡു ടേസ്റ്റ് ഗുഡ് ദ വിൽ ഓഫ് ഗോഡ്. അവർ ചോദിക്കും ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? എനിക്ക് തോന്നുന്നത് ഈശോയുടെ ശ്രോതാക്കൾ വെച്ച് ഇടിവെട്ട് ശ്രോതാക്കളാണ് ഈ കുർബാനയുടെ ഡിസ്കോഴ്സ് നടത്തുമ്പോൾ കർത്താവിനെ അഭിമുഖീകരിക്കുന്നത് നല്ല ക്ലാസ് ഓഡിയൻസാണ്. അവർ ചോദിക്കണം, കണ്ടില്ലേ? അവിടെ ചോദ്യങ്ങളാണ് ഇന്ന് ഞാൻ വെളുപ്പിനെ എന്നെ ഞെട്ടിച്ച് കളഞ്ഞത്. കാര്യം വെച്ചാൽ അവർ ചോദിക്കുന്നത് എന്താണ്? നിത്യതയെന്ന് പറയുമ്പോൾ ഉടനെ പറയും ദൈവഹിതം എന്നാണ് അവർ പറയണത്. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. നിത്യത എന്ന് പറയുമ്പോൾ ആ ജനങ്ങൾ ഉടനെ തിരിച്ചറിയും, വിവേചിക്കും. അത് അവരുടെ ഡിസേൺമെൻറ്റ് ഭയങ്കരമാണ്. അവർ ചോദിക്കുന്നത് എന്താണ്? നിത്യതയാണെങ്കിൽ ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? അതാണ് വിഷയം. അപ്പോഴെന്ത് ചെയ്യും? അവൻ അയച്ചവനിൽ വിശ്വസിക്കുക. അവൻ അയച്ചവനിൽ വിശ്വസിക്കാനാണ് പിന്നീട് പറയണത്. ഈശോ പറഞ്ഞ മറുപടി അതാണ്. പക്ഷെ അയച്ചവൻ വിശ്വസിക്കേണ്ടത് എങ്ങനെയാണ്? അത് അമ്മയാണ് പറയണത്. അവൻ പറയണത് പോലെ ചെയ്യാൻ. അതാണ് മരിയൻ ഉടമ്പടി. കൈയടിച്ച് കർത്താവ് വായിച്ചോളൂ. യോഹന്നാൻ 6:28. അപ്പോൾ അവർ ചോദിച്ചു ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? ഒരു വിശ്വാസിക്ക് ദൈവത്തോട് ചോദിക്കണ ഇത്രയേ ഉള്ളൂ ചോദ്യങ്ങൾ. പാരിക്കെട്ടി ചോദ്യങ്ങളൊന്നുമില്ല. വെരി സിമ്പിൾ ക്വസ്റ്റ്യനേ ഉള്ളൂ. നീ ഒരു വിശ്വാസിയാണോ? നിനക്ക് നിൻ്റെ ദൈവത്തോട് ചിലപ്പോൾ 10,000 ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടാകാം. അപ്പോൾ ദൈവം ഉത്തരം പറയുന്ന ഒരു ചോദ്യമേ ഉള്ളൂ, കാശ്മീർ. ഒരു വിശ്വാസി നിലയിൽ ഇക്കാലങ്ങളിലെല്ലാം പലതരത്തിലുള്ള 100,000 സംശയങ്ങളുമായിട്ടാണ് നീ ജീവിക്കണത്. നിനക്ക് ദൈവത്തെ കാണുമ്പോൾ ഈ 100,000 സംശയങ്ങളും ചോദിക്കണം തോന്നും. പക്ഷേ ദൈവം കേൾക്കണ ഒരു സംശയമേ ഉള്ളൂ. എന്താ സംശയം? നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ആ 27 തൊട്ടൊരു വചനം വായിച്ചു വന്നോട്. നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ, പറഞ്ഞോളൂ. നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ നൽകുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവേൻ. ഒന്നിനു പറഞ്ഞേ, അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവേൻ. ഒന്നിനു പറഞ്ഞേ, അനശ്വരമായ അപ്പത്തിനു വേണ്ടി
അധ്വാനിക്കുവിൻ. കൈ നെഞ്ചത്ത് വെച്ച് പ്രാർത്ഥിച്ചേ, കർത്താവായ ദൈവമേ, അങ്ങയുടെ വചനത്തില് വെളിപ്പെടുത്തും പോലെ അങ്ങയുടെ നിത്യതയ്ക്ക് വേണ്ടി അങ്ങയോടൊപ്പമുള്ള നിത്യകാല ജീവിതം ആദിമസഭയെ പോലെ പൊന്നിനേക്കാളും പൊന്നുകട്ടയേക്കാളും വിലമതിക്കുന്ന ഒരു വിശ്വാസിയുടെ ആന്തരിക അഭിഷേക മനസ്സ് എനിക്ക് അവകാശമാക്കണമേ. എന്നെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അപ്പോൾ അവർ ചോദിച്ചു, 28 വായിച്ചോളൂ. ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾ എന്ത് ചെയ്യണം? ഇതെന്ത് സംഭവം എന്നറിയാവോ? ഈശോ പറഞ്ഞു, അതായത് നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ നൽകുന്ന നിത്യജീവൻ്റെ അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുവിൻ എന്ന് പറഞ്ഞിട്ട് ഈശോ ഒരു വാക്ക് പറഞ്ഞു. എന്താണ്? പിതാവായ ദൈവം എന്നിൽ അംഗീകാര മുദ്ര ചാർത്തിയിരിക്കണമെന്ന്. മനസ്സിലായില്ലേ? നിത്യത എന്ന് പറയുമ്പോൾ ആ നിത്യത ആര് വഴി ലഭിക്കണം, ആരിലൂടെ ലഭിക്കണം? ഇപ്പോൾ എല്ലാ സത്യം, എല്ലാ ദൈവത്തിങ്കിലേക്കുള്ള വഴിയെന്ന് പറഞ്ഞ് കുറേ അച്ഛന്മാർ ഇറങ്ങിയിട്ടുണ്ട്. അതാണ് പ്രശ്നം. മറ്റുള്ളവരുടെ സഹിക്കാൻ നമുക്ക് കുഴപ്പമില്ല, അവർക്ക് അറിവില്ല എന്ന് പറയും. പക്ഷേ ഇത് എല്ലാ സത്യമാണ്, എല്ലാവരിലൂടെയും രക്ഷപ്രാപിക്കുമെന്ന് പറഞ്ഞ് കുറേ അച്ഛന്മാർ ഇറങ്ങിയിട്ടുണ്ട്, ലിബറലിസ്റ്റുകൾ തിയോളജിയിൽ. യവന്മാരുടെ കാര്യം പോക്കുക. കാര്യം എന്താ കാര്യം? കാലത്തിനൊപ്പം ജനങ്ങളുടെ കൈയടിച്ച് വാങ്ങിക്കാൻ വേണ്ടി അവർ കർത്താവിൻ്റെ വചനത്തിലും വെളിപാടിലും വെള്ളം ചേർത്തുകൊണ്ട് അവർ അപ്ഡേഷൻ ഉണ്ടാക്കുകയാണ്. എന്തിനാണ്? തങ്ങളുടെ ആത്മാവിനെ വിറ്റ് അപ്ഡേഷൻ ഉണ്ടാക്കുന്നവർക്ക് ഇത് ഒരു തിരിച്ചറിവായിരിക്കണം. ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. പരിശുദ്ധാത്മാവ് നമ്മൾക്ക് ഇപ്പോഴും വെളിപ്പെടുത്തിക്കൊണ്ടിരുന്ന സന്ദേശം എന്താണ്? അതായത് നിത്യത എന്ന് പറയുന്ന എല്ലാ വാഗ്ദാനങ്ങളുടെയും ക്വീൻ ഓഫ് ഓൾ പ്രോമിസ്, എല്ലാ വാഗ്ദാനങ്ങളുടെയും രാജകീയ വാഗ്ദാനം എന്താണ്? നിത്യതയാണ്. അത് ഈശോയാണ് വാഗ്ദാനങ്ങളുടെ കൂടെ കൂട്ടിച്ചേർത്തത്. ദാറ്റ്സ് അവർ പോയിന്റ്, ഇല്ലേ? എല്ലാ വാഗ്ദാനങ്ങളുടെയും രാജാവ്, രാജ്ഞി എന്ന് പറയുന്നത് എന്താണ്? നിത്യതയാണ്. അതില്ലായിരുന്നു. അനുദിന ജീവിതത്തിൻ്റെ ആവശ്യങ്ങളായിരുന്നു. മോസസിൻ്റെ കാലം മുതലുള്ള എല്ലാ, എബ്രാഹത്തിൻ്റെ കാലം, നോക്കിൻ്റെ കാലം, ആദത്തിൻ്റെ കാലം, എല്ലാ കാലത്തും ദൈവം ഉടമ്പടി ചെയ്തിട്ടുണ്ട്. എല്ലാ കാലത്തും നീ ഉടമ്പടി ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഉടമ്പടി പാലിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി പ്രവാചകന്മാരെയും ന്യായാധിപന്മാരെയും ദൈവം അയച്ചിട്ടുണ്ട്. അങ്ങനെ ഒടുവിൽ ഈശോയിലേക്ക് എത്തുമ്പോൾ ഈശോ വാട്ട് വാസ് ദ എക്സാക്ട് റോൾ ഓഫ് ജീസസ്? എന്തായിരുന്നു എക്സാക്ട് റോൾ ഈശോൻ്റെ? ഈ വാഗ്ദാനങ്ങളുടെ കൂട്ടത്തിൽ എൻ്റെ മകുടം ചാർത്തുന്ന ഏറ്റവും വലിയ വാഗ്ദാനമാണ് നിത്യത. പിതാക്കന്മാരെ മരുഭവിച്ചു മഞ്ഞ ഭക്ഷിച്ചു, അവർ മരിച്ചു. അതുപോലെയല്ല ഈ അപ്പം ഭക്ഷിക്കുന്നു നിത്യം ജീവിക്കും എന്ന് പറഞ്ഞ ഈ അപ്പം ഭക്ഷിക്കുന്നവൻ നിത്യം ജീവിക്കാം. ഈ അപ്പം ഭക്ഷിക്കുന്നവൻ നിത്യം ജീവിക്കാം. ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എന്റെ ശരീരം തന്നെയാണ്. എന്റെ ശരീരം തന്നെയാണ്. എന്റെ ശരീരം ഭക്ഷിക്കുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. സജീവനായ പിതാവാണ് എന്നെ അയച്ചത്. പിതാവ് മൂലം ഞാൻ ജീവിക്കുന്നു. അതുപോലെ 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 എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കാം. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ പതിവ് അഭിഷേക ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ ധ്യാനം മരിയൻ ഉടമ്പടി തിരുവചന ആരാധനയും വചനപ്രഘോഷണവുമാണ്. അത് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പോയിട്ടുള്ളവരെ, അവരുടെ ഉടമ്പടിയോടുള്ള അവരുടെ വിശ്വസ്തത അത് നിലനിർത്തുന്നതിനാവശ്യമായ ദൈവികമായ കാരണങ്ങൾ, വിശ്വസ്തയുടെ വചന പശ്ചാത്തലങ്ങൾ, വിശ്വസ്തയുടെ യേശു മാതൃക, വിശ്വസ്തയുടെ മരിയം മാതൃക. എപ്പോഴും മരിയൻ ഉടമ്പടി ധ്യാനത്തിലും മരിയം മാതൃകയാണ് പ്രാധാന്യത്തിൽ പറയണത്. കാരണം അഭിവന്ദ്യ പിതാവ് ജെയിംസ് ആനവറമ്പൽ തിരുമേനി കഴിഞ്ഞ ദിവസം ആദ്യ ചൊവ്വാഴ്ച ഇവിടെ കുർബാന അർപ്പിച്ചപ്പോൾ പറഞ്ഞത് ഇതൊരു വിശേഷ മരിയൻ തീർത്ഥാടന കേന്ദ്രമാണ്. അപ്പോൾ സ്വാഭാവികമായും ഇവിടെ വരുന്ന എല്ലാ ദേവമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട, അത് വെറുതെ പ്രത്യക്ഷപ്പെട്ടതല്ല, സമയഘടികാരം നെഞ്ചിൽ കാണിച്ചുകൊണ്ടാണ് പ്രത്യക്ഷപ്പെട്ടത്. സമയം ഇവിടെ ആരാധനയുടെ പ്രധാനപ്പെട്ട വിഷയമാണ്. അന്നു മുതലാണ്
ഉടമ്പടി അമ്മ തന്നത് 2015 അതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് പ്രത്യക്ഷീകരണമാണ് മറിയത്തിൻ്റെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ വ്യത്യസ്തങ്ങളായ പ്രാർത്ഥനാ തലങ്ങളെ അതിലേറ്റവും വലിയ പ്രാർത്ഥനയാണ് നമുക്ക് ലഭിച്ച ഉടമ്പടി പ്രാർത്ഥന എന്ന് പറയുന്നത്. ഉടമ്പടി പ്രാർത്ഥന ഈ ആഴ്ചയിൽ ഓരോ ആഴ്ചയിലും മാസമല്ല, ഒരു മാസം ചിലപ്പോൾ 5000 പേര് വരെ ഉടമ്പടി എടുക്കും. ലോകത്തിലുള്ള വ്യത്യസ്തമായ ഇടങ്ങളിൽ മലയാളികളും അല്ലാത്തവരുമായി വന്ന് ഇന്ന് ആശ്രയിക്കുന്ന മനുഷ്യൻ ഈ ഭയങ്കരമായ സങ്കടകാലത്ത് ആശ്രയിക്കുന്ന ഒരു ഇടമാണിത്. ഇന്ന് നമ്മൾ ഈ സാക്ഷ്യം കേട്ടാൽ നിങ്ങൾ തീർച്ചയായും ഒരു വിശ്വാസിയായി മാറും. കാര്യം അത് അവിശ്വാസികളെ ടാർഗറ്റ് ചെയ്യുന്നതിൻ്റെ സാക്ഷ്യമാണ്. അതെന്താ സാക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഡോക്ടർ അവരോട് പറഞ്ഞു, ഇനി ഈ ജന്മത്ത് നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ കിട്ടത്തില്ല, ഈ ജന്മത്ത്. അതവർ ഇന്നത്തെ സാക്ഷ്യത്തെ പറയുന്നുണ്ട് അവർ. അപ്പോൾ അവർക്കത് തീർച്ചയായിട്ടും ഒരു കുഞ്ഞ് വേണമെന്നുള്ള ആഗ്രഹം പൂർണ്ണമായിട്ടും മനുഷ്യൻ്റെ ശാസ്ത്രമാർഗങ്ങളെ പൂർണ്ണമായി ആ വാതിലെ, ആ പ്രത്യാശയുടെ വാതിലെ അടച്ചിരിക്കുക. ആ പ്രത്യാശയുടെ വാതിൽ അടച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ മനുഷ്യൻ ശാസ്ത്രത്തിൻ്റെ വാതിലടച്ചാൽ അപ്പോൾ അതോടുകൂടി അടഞ്ഞു പോണവരുണ്ട് ജീവിതത്തിൽ. ശാസ്ത്രത്തിൻ്റെ വാതിൽ അടച്ചാൽ അതോടുകൂടി വാതിൽ അടഞ്ഞു പോണവരുണ്ട്. പക്ഷേ വിശ്വാസിയുടെ വാതിൽ ഒരിക്കലും അടക്കപ്പെടത്തില്ല. ഈ സ്ത്രീയുടെ അമ്മ അവരോട് പറയും, ഏതായാലും നീ ഒന്ന് കൃപാസനത്തിൽ ചെല്ല്, അവിടെ വരെയെങ്കിലും ഒന്ന് ചെല്ല് എന്നാണ് പറയണത്. എന്താ കാര്യം? അവിടെ അമ്മ അടഞ്ഞുപോയ വാതിലുകളെ അനേകായിരങ്ങൾക്ക് തുറക്കുന്ന സാക്ഷ്യങ്ങൾ നമുക്ക് ഒരു മുട്ടിപ്പില്ലാതെ ഇങ്ങനെ. കാര്യം എത്രയോ വർഷങ്ങളായിട്ട് ഇവിടെ കോവിഡുണ്ട്, പക്ഷേ സാക്ഷ്യത്തിൻ്റെ വാതിൽ ഒരിക്കലും അടച്ചിട്ടില്ല. ഞങ്ങൾക്കൊരു 10-200 സാക്ഷ്യങ്ങൾ ഇപ്പോഴും നമ്മൾക്കത് പോസ്റ്റ് ചെയ്യാനുണ്ട്. 200 സാക്ഷ്യങ്ങൾ, അത് A ഗ്രേഡ് സാക്ഷ്യങ്ങളാണ്. ആയിരക്കണക്കിന് സാക്ഷ്യങ്ങൾ കിട്ടിയാലും അതിൽ ഒരു ക്വാളിറ്റി ആയിട്ടുള്ള സാക്ഷ്യങ്ങളാണ് ഏതെങ്കിലും കാര്യങ്ങൾ, ഉടമ്പടിയുടെ വിശ്വസ്തതയോ അല്ലെങ്കിൽ ഉടമ്പടിയുടെ സമയത്തിലുള്ള ഇടപെടലോ ഒക്കെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഒറ്റ സാക്ഷ്യം മതി നിങ്ങൾ വിശ്വസിക്കാൻ. അതാണ് ഹെഡിങ്, അതാണ് ഈ ഒറ്റ സാക്ഷ്യം മതി നിങ്ങൾ വിശ്വസിക്കാൻ എന്നാണ് സാക്ഷ്യത്തിൻ്റെ പേര്. ആ സാക്ഷ്യത്തിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ 13 വർഷമായിട്ട് അവർക്ക് മക്കളില്ല. അതാണ് അപ്പോൾ അവർ പറയണത് കേരളത്തിലുള്ള മുഴുവൻ ആശുപത്രികളിലെ ഞാൻ പോയതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഭാവാത്മകമായ അലങ്കാരികമായ പറച്ചിലാണ്. അതായത് മാക്സിമം അവർ പോയെന്നതിൻ്റെ അർത്ഥം. പക്ഷേ എന്ത് പറ്റി? അവസാനം അവരെ ചികിത്സ ഡോക്ടർ പറയും, നിങ്ങൾക്ക് യാതൊരു സാധ്യതയുമില്ല ഒരു കുഞ്ഞിനെ കിട്ടാൻ എന്ന് പറയുമ്പോൾ ശാസ്ത്രം അതിൻ്റെ വാതിലെ, അതായത് ശാസ്ത്രത്തിന് ഇപ്പോൾ വരെയുള്ള അറിവ് ഇവിടെ വച്ച് തീരുകയാണ്. പക്ഷേ അപ്പോഴും ഒരു വാതിൽ തുറക്കണത് ആരാണ്? ഒരു വിശ്വാസിയാണ് വാതിൽ തുറക്കണത്. ആര്? അമ്മ. അമ്മ എന്താ പറയണത് ഈ മകളോട്? നീ ഇനി കൃപാസനം വരെയെങ്കിലും ഒന്ന് പോകുക. കാര്യം അവളത് മടുത്തേ. ഈ വൈകിപ്പോകുന്നവർ മടുത്തു പോകും. വൈകിപ്പോകുന്നവരുടെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. എന്തെങ്കിലും വിഷയം വൈകിയാൽ പിന്നെ നമുക്ക് ഉണ്ടാകണത് എന്താണ്? മടുപ്പാണ്, അല്ലേ? ഇപ്പോൾ പല പല ആശുപത്രികളിൽ പോയി, ഇനി എല്ലായിടത്തും പോയി, ഇനി എവിടെ പോകാനാണെന്ന് പറഞ്ഞാൽ മടുപ്പാണ്. വൈകിപ്പോയാൽ മടുപ്പുണ്ടാകും. അതുപോലെ തന്നെ ചിലപ്പോഴും നേരത്തെ ആയാൽ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് സ്വീകരിക്കാനുള്ള റിസെപ്റ്റിവിറ്റിയും ഉണ്ടാകത്തില്ല. ഇങ്ങനെ സമയത്തിന് 2 കാര്യങ്ങൾ സംഭവിക്കും. എന്താണ്? ചിലപ്പോൾ വൈകിപ്പോവും, ചിലപ്പോൾ നേരത്തെ ആകും. ഇപ്പോൾ സമയം വൈകിപ്പോയാലും ആ സമയത്ത് സംഭവിക്കുന്ന വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരണതാണ്. ഇപ്പോൾ അപ്പോസ്തലന്മാർ എന്താ ഈ മർക്കോസിൻ്റെ സുവിശേഷമില്ലേ 6-ാം അധ്യായത്തിലെ, അപ്പോൾ ഇതൊരു വിജന പ്രദേശമാണ്. നേരവും സമയവും വൈകി. അപ്പോൾ അവിടെ എന്ത് പറ്റി? സമയം വൈകിപ്പോയി. ഇതൊരു വിജന പ്രദേശമാണ്, സമയവും വൈകി. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ അവൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇതൊരു വിജന പ്രദേശമാണല്ലോ, സമയവും വൈകിയിരിക്കുന്നു. സമയത്തിനൊരു പ്രശ്നം അതാണ്. എന്താണ്? വൈകും. ഇപ്പോൾ ഈ ചേച്ചിയുടെ വിഷയം എന്താണ്? സമയം വൈകിപ്പോയി.
ഇപ്പോൾ 38 വർഷമായിട്ട് വിവാഹം നടക്കാത്ത ആൾക്കാരില്ലേ? ഇവിടെ 50 വർഷമായിട്ട് വിവാഹം നടത്താക്കാത്ത ആൾക്കാരെ അമ്മ വിവാഹം കഴിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ സമയം വൈകിയെന്ന് പറയുന്ന സംഭവം കർത്താവിൻ്റെ പരിഗണനയിലില്ല. സമയം വൈകി. ഇപ്പം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളും ഓർക്കണം, ഇതൊരു വിജയപ്രദേശമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി സഹായിക്കാൻ ആരുമില്ല ഇവിടെ. വിജയപ്രദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ കടകമ്പോളങ്ങളൊന്നുമില്ല, ഭക്ഷണം കൊടുക്കാൻ മാർഗ്ഗമില്ല, അപ്പോൾ സഹായിക്കാൻ ആരുമില്ല. ഇപ്പം നമ്മുടെ ജീവിതത്തിലും സഹായിക്കാൻ ആരുമില്ല എന്ന് പറയുന്നൊരു നിമിഷം വരണം. നമ്മുടെ ജീവിതത്തിലും സഹായിക്കാൻ ആരുമില്ല എന്ന് പറയുന്ന ഒരു നിമിഷം വരും. അതിനാണ് വിജയപ്രദേശം എന്ന് പറയുന്നത്. ആരുമില്ലാത്ത അവസ്ഥ ഇതൊരു വിജയപ്രദേശമാണ്. പിന്നെ എന്താ സംഭവിക്കുന്നത്? 2 കാര്യം. ഒരു മനുഷ്യന് പ്രതികൂലമാകാൻ സാധ്യതയുള്ളത് 2 കാര്യങ്ങളാണ്. ഒന്ന്, സ്ഥലം പ്രതികൂലമാകും. നമ്മൾ നിൽക്കുന്ന ഇടം പ്രതികൂലമായി മാറും. അതെല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ ചില ആൾക്കാർ വന്നിട്ട് അച്ഛാ എങ്ങനെയെങ്കിലും ഒരു ട്രാൻസ്ഫർ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു പറയാം. എന്താണ്? അവിടെ സ്ഥലം പ്രതികൂലമായി മാറി. അല്ലെങ്കിൽ അവരുടെ വീട്ടിലെ അവസ്ഥ പ്രതികൂലമായി. പിള്ളേർ കശപിച്ച കുട്ടി, എന്തുമാത്രം ഭാര്യമാരാണെന്നറിയോ ഭർത്താക്കന്മാരെ വിളിച്ചു വരുത്തി വീട്ടിൽ നിർത്തിയിരിക്കുന്നത്. എന്താണ്? മക്കളുടെ കലവില കൂടിയത് കാരണം, കശപിച്ച കൂടിയ കാരണം പെമ്മക്കൾ വേറെ ചില തെറ്റായ ബന്ധങ്ങളിലൊക്കെ ചെന്നിട്ട് അമ്മ പറയണത് കേൾക്കാതിരിക്കുന്നൊരവസ്ഥ വന്നപ്പോൾ അമ്മയ്ക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ നിങ്ങൾ ഈ നശിച്ച ജോലി അവസാനിപ്പിച്ചിട്ട് ഇവിടെ വന്ന് നിൽക്കാതെ പിള്ളേരും ചീത്തയിൽ പോകും. അപ്പോൾ നമ്മുടെ സ്ഥലം എന്ത് പറ്റും? നമ്മുടെ സ്ഥലം പ്രതികൂലമായി മാറും. മക്കളെ, അപ്പോൾ തന്നെ പക്ഷേ ദൈവഹിതം അറിയണം. നമ്മൾ ഭാര്യ പറഞ്ഞ് കെട്ടിയെടുത്ത് ഇങ്ങോട്ട് പോരരുത്, അല്ലെങ്കിൽ ഭർത്താവ് പറഞ്ഞ് കെട്ടിയെടുത്ത് പോരരുത്. ഈ വിഷയത്തിലെല്ലാം ദൈവഹിതമുണ്ട്. എല്ലാ വിഷയങ്ങൾക്കും ദൈവഹിതം തിരക്കുന്ന ആളാണ് നീ എന്ന് വിചാരിച്ചോ? എല്ലാ വിഷയങ്ങൾക്കും ദൈവഹിതം തിരക്കുന്ന ആളാണ് നീ എങ്കിൽ ദൈവഹിതം നിനക്ക് വെളിപ്പെടും. അവിടെയാണ് പ്രശ്നം വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ എനിക്ക് 4 രോഗങ്ങൾ ഒരുമിച്ച് വന്നു. ഞാൻ കിടപ്പായിപ്പോയി. അതെ, ക്രിസ്മസിൻ്റെ നല്ല സീസണിൽ കിടപ്പായിപ്പോയി. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഇങ്ങനെയാണെങ്കിൽ ഉടമ്പടി എടുക്കുകയല്ലേ നല്ലത്. കാര്യം നമ്മുടെ കയ്യിൽ നിന്ന് സാധനം വിട്ടുപോയി. പക്ഷേ എൻ്റെ പ്രാർത്ഥനയ്ക്കോ അതുപോലെ തന്നെ വചനവായനയ്ക്കോ ഒരു കുഴപ്പമുണ്ടായില്ല. അത് മുമ്പത്തൊക്കെ ഭംഗിയായിട്ട് നടന്നെങ്കിലും ഞാൻ ഓർത്ത് ഇനിയിപ്പോൾ ഉടമ്പടി എടുക്കുന്നതായിരിക്കുന്നതല്ല. അപ്പോൾ ഉടമ്പടി അമ്മ എനിക്കാണ് വെളിപ്പെടുത്തിയത്. അപ്പോൾ എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും ഞാൻ ഉടമ്പടി എടുക്കരുതെന്ന് പറയും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അത് എൻ്റെതായിട്ടുള്ള കാരണങ്ങളുണ്ട്. കാര്യം ഉടമ്പടി എടുക്കണം എന്ന് പറയുമ്പോൾ ഒരു വിഷയം നടക്കാൻ വേണ്ടി നമുക്ക് ലഭ്യമാകുന്ന അവസാനത്തെ സാധ്യത വരെ നമ്മൾ ദൈവത്തിൽ സമ്മർദ്ദം ചെലുത്തുന്ന ഒരു വിഷയമാണ്. നിൽക്കക്കളിയില്ലാത്ത അവസ്ഥ. പക്ഷേ ഞാൻ ഇത്രയും സുവിശേഷം പ്രസംഗിച്ചിട്ട് എനിക്ക് നിൽക്കക്കളിയില്ലാത്തൊരവസ്ഥ വന്നാൽ ഞാൻ സ്വാഭാവികമായിട്ട് ഉടമ്പടിയോട്ട് പോകും. കാര്യം ഉടമ്പടി നിൽക്കക്കളിയില്ലാത്തതിൻ്റെ പ്രാർത്ഥനയാണ്. പക്ഷേ ഞാനതിനെന്താ അമ്മയോട് ചോദിച്ചു. ഒരു ദിവസം മുഴുവനും പ്രാർത്ഥിച്ച് അല്ലാതെ തന്നെ ആ ദിവസങ്ങൾ മുഴുവനും ആത്മീയമായ ക്രിസ്മസിന് മനസ്സുകൊണ്ട് ഒരുങ്ങി പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളാണ്. പക്ഷേ വചനം എടുത്തപ്പോൾ എന്നോട് പറഞ്ഞു, നോ, നീ ചിന്തിക്കുന്നത് മാനുഷികമായിട്ടാണ്. നിനക്കുള്ളത് എന്താണ്? മനുഷ്യപുത്രൻ ശത്രുകരങ്ങളിൽ അവരെ ഏൽപ്പിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്യും. 3-ാം ദിവസം ഉയർത്തി നിൽക്കും. അപ്പോഴത് നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പത്രോസ് പറയുന്ന ഭാഗമുണ്ട്. ആ ഭാഗത്ത് അമ്മ എനിക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് നീ ചിന്തിക്കണത് ഇത് ഉടമ്പടി എടുത്ത് ഇത് രോഗം പൂർണ്ണമായിട്ട് സൗഖ്യപ്പെടുത്തുക എന്നുള്ള നിൻ്റെ ഉദ്ദേശം മാനുഷികമാണ്, ദൈവികമല്ലെന്ന് പറയും. ഞാൻ മനസ്സൊക്കെ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? അങ്ങനെ വന്ന അവസ്ഥ എന്ത് ചെയ്യും? നമ്മൾ അമ്മ പറഞ്ഞതുപോലെ അങ്ങ് പറയും. അമ്മ എന്താ പറഞ്ഞത്? ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ നിറവേറട്ടെ. ഇതെല്ലാം ഉടമ്പടിയാണ്. ജീവിതം തന്നെ ഉടമ്പടിയാണ്. കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ എൻ്റെ സഹപ്രവർത്തകർ ചിലപ്പോൾ ആ മെസ്സേജ് എടുത്താൽ അവരോട് പറയാം നീ ഉടമ്പടി എടുക്കാൻ പറയും. കാര്യം എന്താണ്? നിൻ്റെ വിശ്വാസം വിശ്വസ്തതയും വർദ്ധിപ്പിക്കാൻ വേണ്ടി ഉടമ്പടി എടുക്കാൻ പറയും. പക്ഷേ എന്നോടത് പറഞ്ഞില്ല. എന്നോട് പറഞ്ഞു നിൻ്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമായിട്ട് പ്രാർത്ഥിച്ച സംഭവത്തെ മാറ്റാൻ വേണ്ടിയുള്ള ശ്രമമാണ്. പക്ഷേ അതല്ല നിന്നെക്കുറിച്ചുള്ള ദൈവഹിതം. നീ ശത്രുകാര്യങ്ങൾ ഏൽപ്പിക്കപ്പെടും. അത് രോഗമാകാം, ചിലപ്പോൾ മറ്റേതെങ്കിലും തരത്തിൽ കൂടെ ആകാം, പീഡിപ്പിക്കപ്പെടും. അതുപോലെ തന്നെ 3-ാം ദിവസം ഉയർത്തി നിൽക്കും. ഇപ്പോൾ അത് ഇതിൻ്റെ ഭാഗമാണ്. പക്ഷേ അത് ആൾക്കാർ ശരിക്കും ആ ഭാഗം പത്രോസ് പോലും കേട്ടില്ല. 3-ാം ദിവസം ഉയർത്തി നിൽക്കുമെന്നുള്ള ഭാഗമാണ് അതിൻ്റെ ഏറ്റവും വലിയ ഭാഗം. പക്ഷേ അത് കേൾക്കണേക്കാൾ ഉപരി ആദ്യം കേൾക്കണത് സഹനത്തിൻ്റെ മാർഗ്ഗമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതെല്ലാം ഇപ്പം മെസ്സേജ് നമ്മൾ ചോദിച്ചാൽ തീർച്ചയായിട്ടും ദൈവം മെസ്സേജ് തരും. മെസ്സേജ് എടുത്ത് അത് നിറവേറ്റി അതനുസരിച്ച് ജീവിക്കുന്ന ആളാണെന്ന് ദൈവത്തിന് ബോധ്യം വരണം. അവിടെ പ്രശ്നം. അല്ലാതെ മെസ്സേജിനൊരു പ്രശ്നമല്ല. അതായത് നീ ഇപ്പോൾ മെസ്സേജ് എടുക്കണ ഓരോ വിഷയത്തിനും ദൈവം വചനത്തിലൂടെ
അല്ലെങ്കിൽ സ്വപ്നത്തിലൂടെ അല്ലെങ്കിൽ ദർശനത്തിലൂടെ ഒക്കെ നമുക്ക് സന്ദേശം തന്നുകൊണ്ടിരിക്കും. കാരണം ദൈവപൈതൽ ദൈവരാജ്യത്തിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ദൈവരാജ്യം എന്താണെന്നറിയണം, അല്ലെങ്കിൽ ദൈവഹിതം എന്താണെന്നറിയണം, അല്ലെങ്കിൽ മാനുഷികമായ ഇഷ്ടം നിറവേറിയത്. ഇപ്പോൾ വൈഫ് പറഞ്ഞു പിള്ളേരൊക്കെ ലൈനടിച്ച് ചുമ്മാ നശിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ വന്നില്ലെങ്കിൽ കണ്ടവൻ്റെ പുറകെ ഇതൊക്കെ ഇറങ്ങിപ്പോകും, അതിൽ എന്നെ കുറ്റം പറയുന്നത്, നിങ്ങൾ എളുപ്പം രാജിവെച്ച് വരാൻ പറയും. അപ്പോൾ അത് വൈഫ് അത്രയും പ്രയാസം അനുഭവിച്ചിട്ടാണ് മക്കളെ കൊണ്ട്. കാര്യം അവരെല്ലാ സമയത്തും ഇങ്ങനെ മൊബൈൽ നോക്കിയിരിക്കുമ്പോൾ നമുക്കറിയാം അവരുടെയൊക്കെ ചിരിയും കളിയൊക്കെ കാണുമ്പോൾ അറിയാം ഇത് വേറെ എന്തോ കേസ് കെട്ടാണ്, ദൈവമേ നശിച്ച, പ്രാർത്ഥനയുമില്ല, അതിനെയല്ല വിശ്വാസവിരുദ്ധമായ ബന്ധങ്ങളിലാണ് ചെന്ന് താടിയെങ്കിൽ അവർ കുടുംബപ്രാർത്ഥനയ്ക്ക് മുട്ടുകുത്തത്തില്ല. ഇങ്ങനെ പലതരത്തിലുള്ള പൈശാചിക തിന്മകൾ കുടുംബത്തിലേക്ക് വരുമ്പോൾ ജീവിത പങ്കാളികളെ വിഷമിച്ച് പോകും. നിങ്ങൾ എളുപ്പം വരാൻ പറയും. പക്ഷേ ഒരു കാര്യമുണ്ട്, എന്താണ്, നീ ഒരു വിഷയത്തിനെ സംബന്ധിച്ച് സംഘർഷമാകുമ്പോഴേ, നിൻ്റെ സമയം അല്ലെങ്കിൽ നിൻ്റെ സ്ഥലം പ്രതികൂലമാകുമ്പോഴേ ആദ്യം വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡ് അല്ലെങ്കിൽ സഹപ്രവർത്തകർ പറയണതല്ല നീ കേൾക്കേണ്ടത്. ആദ്യം നീ കർത്താവ് എന്ത് പറയണമെന്ന് കേൾക്കണം. കർത്താവ് എന്ത് പറയണമെന്ന് കേൾക്കണമെങ്കിലേ ഇങ്ങനെ പെരക്കത്ത് പിടിക്കുമ്പോൾ ഫയർ എഞ്ചിനെ വിളിക്കണ പോലെയുള്ള വിളിച്ചാൽ നടക്കത്തില്ല. നിരന്തരം കർത്താവിൻ്റെ കൂടെ ആയിരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ നീ സൂക്ഷിക്കണം. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമ്പോഴേ നിന്നെ വിളിച്ച് കരയുന്നതിന് പകരം എല്ലാ കാലാവസ്ഥകളിലും നിന്നോടൊപ്പം ചേർന്ന് നിന്നെ വിശ്വസിച്ച് നിന്നിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ എന്നെ ഒരുക്കണമേ.